ഹലോ, ഇന്ന് നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി എന്നിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറിയത്. പിന്നെ ഞാൻ രാവിലെ തന്നെ എനിക്ക് ഈ റേഡിയോ വെച്ച് കേൾക്കണം, അതാണ് എൻ്റെ ടൈമിങ് പറയുന്നത്. മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അപ്പം ഞാൻ ഇഷ്ടം നൂൽപുട്ടും ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞങ്ങളിവിടെ ഇഷ്ടു എന്നാണ് പറയുക. ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക. അപ്പോഴേക്ക് പിന്നെ ഞാൻ പൊടിയൊക്കെ കുഴച്ച് വെച്ചു. ഇത് കണ്ടോ, ഇത് ഞാനൊരു സിലിക്കോണിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിയതാണ്. നമുക്ക് ഈ ചൂടുള്ള പൊടിയൊക്കെ നമുക്ക് കുഴയ്ക്കാനും പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ കുഴയ്ക്കാൻ നല്ല എളുപ്പമാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും, കയ്യിലൊന്നും ആവില്ല. പൊടികൾ ഇതായിട്ട് ചൂട് ആകുമ്പോൾ നമുക്ക് കുഴയ്ക്കാനും ബുദ്ധിമുട്ടല്ലേ. അപ്പോഴേക്ക് പിന്നെ ഞാൻ വേഗം കുക്കറിൽ ഇന്ന് എന്താ വെച്ചാൽ പ്രധാനമായിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ കാരണം ഗ്യാസ് കഴിഞ്ഞു. ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നടക്കുക. സിലിണ്ടറൊന്നും കിട്ടാനില്ലല്ലോ, യുദ്ധം ഇതൊക്കെ കാരണം. ഇപ്പം ഭയങ്കര ഇതാണല്ലോ, എല്ലായിടത്തും ഹോട്ടലുകൾ തന്നെ അടച്ച് ഇതായി ഓരോന്നും ഇതായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഈസി കുക്കുമ്പിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം അതിൽ ഓരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൂൽപുട്ട് പിന്നെ ഇത് കിട്ടിയതുകൊണ്ട് നല്ല ഉപകാരം കേട്ടോ. നമുക്ക് നൂൽപുട്ട് അച്ച് മറ്റേത് വേണ്ട, ഇതായതുകൊണ്ട് പിന്നെ വേഗം ചെയ്യാനും പറ്റും, വേഗം ആയി കിട്ടും. അപ്പോഴേക്കും ഞാൻ പിന്നെ ചായയൊക്കെ വെച്ചു. മനുവിന് ചോറ് കൊണ്ടുപോകണമായിരുന്നു. ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിരുന്നു ഞാൻ. അതൊക്കെ ആയി. കൗശിക്ക് എക്സാം തുടങ്ങിയിരിക്കുന്നു, അവൻ ക്ലാസ്സിലാണ്, അവൻ പഠിക്കാതിരിക്കുന്നു. രാവിലെ തന്നെ എണീറ്റിട്ട് അവൻ ഇങ്ങനെ ഓരോ മെനു കാർഡൊക്കെ രാവിലത്തത് ഉണ്ടാക്കി വെക്കും, ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ നൂൽപുട്ടൊക്കെ ആയി ഇഷ്ടു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആക്കി വെച്ചു. ബാബുവേട്ടന് പോകാൻ നേരം വൈകിയിരുന്നു. വേഗം ചായയൊക്കെ കൊടുത്തു. പിന്നെ ബാബുവേട്ടൻ പോകാൻ വേണ്ടിയുള്ള പുറപ്പാടിൽ. അപ്പോഴേക്കും ഞാൻ മനുവിന് പോകാൻ വേണ്ടിയിട്ട് വേഗം ചോറും അതിലേക്കുള്ള കറിയൊക്കെ ചോറ് അവന് മുട്ട ബുർജി ആക്കി കൊടുത്താൽ അവനിഷ്ടം. കറി കൊണ്ടുപോകാൻ അവർക്ക് വലിയ താല്പര്യം കുറവാണ് രണ്ടാൾക്കും. അപ്പം ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടമാണ്. അപ്പം പിന്നെ ചോറിലേക്ക് അതൊക്കെ ആക്കി വേഗം അതൊക്കെ റെഡിയാക്കി കൊടുത്തു. അപ്പോഴേക്കും പിന്നെ ബാബുവേട്ടൻ പോകാൻ ഇറങ്ങി. പിന്നെ കൗശിക്കും പോകാൻ കുറച്ച് നേരം പേപ്പറൊക്കെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. അങ്ങനെയാണ് ആദ്യം അങ്ങനെ തന്നെയാണ്. ബാബുവേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒരു റിലാക്സേഷനാണ്. പിന്നെ മുടിയൊക്കെ കെട്ടി വെച്ചതൊക്കെ അഴിച്ച് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടാക്കുന്നതിൻ്റെ മുന്നേ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇടും. എന്നിട്ടാണ് ഞാൻ പിന്നെ സ്കൂളിലേക്ക് അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാറ്. അടുക്കളയിൽ പിന്നെ ഞാൻ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പണിക്കിൻ്റെ പിന്നെ കുറച്ച് വൃത്തിയാക്കലും ഒക്കെ അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാനാണ് വേഗം കഴിയും, എനിക്കിഷ്ടം അതാണ്. അതിന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവനെ കൊണ്ടാക്കാൻ പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് കുട്ടി വിശേഷങ്ങളാണ്. പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബായ്.